ഏതായാലും ഇപ്പോൾ മൂന്നാം റൗണ്ട് ഈ നേരത്തെ സ്വാലിഹ് പറഞ്ഞതുപോലെ UDF-ന്റെ ശക്തി കേന്ദ്രമായ ഒരു പഞ്ചായത്തിൽ LDF-ന് കുറച്ച് സ്വാധീനമുള്ള മേഖലകളിലാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ ഏതായാലും UDF ക്യാമ്പിൽ നിന്ന് വോട്ട് പോക്കറ്റിലാക്കിയിട്ടുണ്ട് എന്നതും അതെ. മൂന്നാം റൗണ്ടിന്റെ ലീഡാണ് കുട്ടൻ. മൂന്നാം റൗണ്ടിന്റെ ലീഡിനെ സംബന്ധിച്ച വിവരങ്ങൾ മാത്രം എന്താണത്? മൂന്നാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞ് അനൗദ്യോഗിക വിവരങ്ങളുണ്ട്. ശരി, കുട്ടനിലേക്ക് മടങ്ങി വരാം. ഏതായാലും മൂന്നാം റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. മൂന്നാം റൗണ്ടിൽ എങ്ങനെ എന്നുള്ളതാണ്. ഏതായാലും പ്രതീക്ഷിച്ച പോലെ തന്നെ ലീഡ്, തുടക്കം മുതലുള്ള ലീഡ് UDF-ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. ആ പഞ്ചായത്തിന്റെ സ്വഭാവം അതാണ്. അത് നിലനിർത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് എത്താൻ കഴിഞ്ഞ പ്രതീക്ഷിച്ച നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നം UDF 1-2 റൗണ്ടുകളിൽ നേരിട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച നിലയിലേക്ക് ആ ലീഡ് എത്തിയിട്ടില്ല. രണ്ടാം റൗണ്ടിൽ UDF ലീഡ് ഉണ്ടായിരുന്നത് 820 വോട്ടായിരുന്നു. 820. നേരത്തെ നമ്മൾ എന്ന് പറഞ്ഞിരുന്നു. ആദ്യ റൗണ്ടിൽ പക്ഷേ 419 ചുരുങ്ങി എന്നുള്ളത് അവരെ പോലും ഞെട്ടിപ്പിക്കുന്നതായി. അതെ. അപ്പോൾ ആ രീതിയിലാണ് വന്നത്. പക്ഷെ 3ഉം 4ഉം, മൂന്നാം റൗണ്ടും 3 പൂർണ്ണമായും അതുപോലെ 4ന്റെ അവശേഷിക്കുന്ന ബൂത്തുകളും എന്നുള്ളത് ഈ പഞ്ചായത്തിന്റെ തന്നെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ്. അതായത് കുറച്ചുകൂടി LDF-ന് സ്വാധീനമുള്ള മേഖല. അതൊരു മൊത്തത്തിൽ അങ്ങനെ പ്രതിഫലമാണെന്ന് പറയാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ? അല്ല, കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ 2 റൗണ്ടുകളിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടല്ലോ. കാരണം പ്രതീക്ഷിച്ച ഒരു ലീഡിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മൂന്നാം റൗണ്ടിൽ LDF സ്വാധീന മേഖലയും ഒക്കെ ഉള്ള ഇടത്ത് ഇനി അൻവർ ഫാക്ടർ എങ്ങനെയാണ് എന്നതുകൂടി നോക്കേണ്ടതാണ്. അമരമ്പലത്തിലേക്കും കരുളായിലേക്കൊക്കെ പോകുമ്പോൾ അല്ല, ഇവിടെ തന്നെ ഈ വഴിക്കടവിലെ 1-2 റൗണ്ടിൽ അൻവറിന്റെ സ്പേസ്, അൻവർ യഥാർത്ഥത്തിൽ UDF-ന് ദോഷം ചെയ്തുവെങ്കിൽ മൂന്നാം റൗണ്ടിൽ LDF-ന് സ്വാധീനമുള്ള മേഖലകളുണ്ട്. നേരത്തെ സ്വാലിഹ് പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ ആ മൂന്നാം റൗണ്ടിൽ LDF എത്ര വോട്ട് പിടിക്കുന്നു, അതിൽ അൻവറിന് എത്രമാത്രം വോട്ട് ലഭിക്കുന്നു, UDF-നെ എങ്ങനെ തടഞ്ഞു നിർത്താനാകുന്നു എന്നൊക്കെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ മൂന്നാം റൗണ്ടിന്റെ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അതിന്റെ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. ഏതായാലും UDF ലീഡ് ചെയ്യുന്നു. 1311 വോട്ടുകൾക്ക് ലീഡ്. ശ്രദ്ധിക്കുക, ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ 419 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പറയാൻ കാര്യം അവരുടെ കണക്കനുസരിച്ച്, UDF-ന്റെ കണക്കനുസരിച്ച് അതൊന്നും പോരാ. 419 ഒന്നും പോരാ. പക്ഷേ അതിൽ വലിയ കുറവ് സംഭവിച്ചു. രണ്ടാം റൗണ്ടായപ്പോൾ 800-ൽ പരം വോട്ടുകളുടെ ലീഡ് കിട്ടി. അങ്ങനെ ആ നിലയിൽ 1-2 റൗണ്ടുകൾ പൂർത്തിയായി ഇപ്പോൾ നിൽക്കുകയാണ്. 1311 വോട്ടുകൾക്കാണ് 2 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ്. മൂന്നാം റൗണ്ട് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അതിന്റെ ഒരു ഏകദേശ കണക്കിലേക്ക് വരാൻ കഴിയും. 1311 വോട്ടുകൾക്കാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ചില ഇടങ്ങളിൽ ഈ 1200-ലേക്ക് ലീഡ് വരുന്നു എന്ന് കേൾക്കുന്നു. പക്ഷേ കണക്കിൽ വ്യക്തത വന്നിട്ടില്ല. ചെറിയ വ്യത്യാസം, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം, അത് ഫ്ലക്ച്വേഷൻ സ്വാഭാവികമാണല്ലോ. അത് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ മൂന്നാം റൗണ്ട് ഏകദേശം ഒരു പകുതിയോളം പൂർണ്ണമായി കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പല ചാനലുകളിലും വ്യത്യസ്തമായ കാരണം വെച്ചാൽ അത് ഈ ടേബിളുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. അത് ഏറിയും കുറഞ്ഞും ഇരിക്കാം. പക്ഷെ അതിനുശേഷം ആ റൗണ്ട് പൂർത്തിയായി എന്ന് പറഞ്ഞു വരുന്ന വിവരങ്ങളുണ്ടല്ലോ, അത് കറക്റ്റ് ആവും. അതിൽ വലിയ വ്യത്യാസം വരാനിടയില്ല. ഇപ്പോൾ വോട്ട് എണ്ണുന്ന സമയമാണ്, മൂന്നാം റൗണ്ട് എണ്ണുന്ന സമയമാണ്. ആ എണ്ണുന്ന സമയത്ത് ചില ടേബിളുകളിൽ പൂർത്തീകരിച്ചിരിക്കും, ചില ടേബിളുകൾ പൂർത്തീകരിക്കാൻ ഇരിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന വിവരങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ സംഭവിക്കാം. പക്ഷേ മൂന്നാം റൗണ്ട് കഴിയുമ്പോൾ എത്ര, ഇപ്പോൾ ഒരു 38ഓളം ബൂത്തുകൾ എണ്ണി കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ 29-ൽ തുടങ്ങിയതാണ്. അതായത് ഈ മൂന്നാം റൗണ്ടിന്റെ പകുതിയും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. 14 ആകെ ഉള്ളത്, 14 ടേബിളുകൾ. 29ാമത്തെ നമ്പറിലാണ് മൂന്നാം റൗണ്ട് തുടങ്ങിയത്. അപ്പൊ 29, 30, 31, 32, 33, 34. നീ എത്ര പറഞ്ഞു? 39-ലോട്ട് എത്തി. 39. യെസ്, അതാ മനു പറഞ്ഞ 39 ബൂത്തുകളിലെ വോട്ട് എണ്ണിക്കഴിഞ്ഞു എന്ന സാഹചര്യമുണ്ട്. ഇതുകൊണ്ട് കുതിരോട്ടം പപ്പു വേണ്ടി വരാവില്ല. അപ്പോൾ അത്രയും ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എണ്ണിക്കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ 40 എണ്ണി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ കണക്ക് കൂട്ടിയപ്പോൾ തന്നെ 1 മണിക്കൂർ എടുത്തു. ഈ വിരല എണ്ണി കൂട്ടിയില്ലേ? അതാണല്ലോ ഇപ്പോൾ EVM-ൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിവേഗമല്ലേ. മറ്റതൊക്കെ സാധാരണ ബാലറ്റിലൊക്കെ ആകുമ്പോൾ അർദ്ധരാത്രി ആയാലും വോട്ടെണ്ണി കഴിഞ്ഞിട്ടില്ല. ഇപ്പം മിനിറ്റുകൾ കൊണ്ട് വോട്ടെണ്ണി തീരുകയാണല്ലോ ഓരോ ബൂത്തിലെയും. അപ്പോൾ അത് അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിലമ്പൂരിൻ്റെ ജനവിധിയെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവെക്കുന്ന നിലയാണ്. ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ ലീഡ് ചെയ്യുന്ന നിലമ്പൂരിൻ്റെ വഴിക്കടവ് പഞ്ചായത്തിലൂടെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അതിൽ 2 റൗണ്ട് പൂർത്തിയായി. 2 റൗണ്ട് കഴിഞ്ഞത് മൂന്നാം റൗണ്ട് കഴിഞ്ഞു. ആ സമയത്ത് 1111. അപ്പോൾ അതിലെ മൂന്നാം റൗണ്ടിന്റെ വിവരങ്ങളാണ് ഇനി നമുക്കായിട്ട് വേണ്ടത്. ഈ പറഞ്ഞൊന്ന് ക്രോഡീകരിച്ചൊന്ന് എടുത്തോട്ടെ. ആ ഒരു മിനിറ്റിൽ നമുക്ക് വേഗത്തിൽ കിട്ടും. വരാനിരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കൂ. അല്ല, സ്വാലിഹ് പറയുന്നുണ്ട് ക്ഷമ കാണിക്കുക, മൂന്നാം റൗണ്ട് കഴിഞ്ഞില്ല. അത് എന്നോടല്ല, ചേർത്തേനോടാണ്.
ഒരു പൊടിക്ക് അടങ്ങാനാണ് പറയുന്നത് സ്വാലിഹ്. അപ്പൊ അതേതായാലും വരട്ടെ. അപ്പോൾ അധികം വൈകാതെ മൂന്നാം റൗണ്ടിലേക്ക് ഇപ്പൊ ഇങ്ങനെ നിർബന്ധിച്ചാൽ സ്വാലിഹ് ഒരു കണക്കിട്ട് അതുകൊണ്ട് അത് വേണ്ട, ശരിയായ കണക്ക് വരട്ടെ. അപ്പോൾ അധികം വൈകാതെ ആ കണക്കുകൾ എത്താൻ പോകുന്നു. 2 റൗണ്ടിന്റെ ശരിയായ കണക്കുകൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് മുമ്പാകെ ഉണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പറയാം.